ഹായ് ഫ്രണ്ട്സ്, RP's ഫുഡ് ആൻഡ് ട്രാവൽ ടെക്കിലേക്ക് സ്വാഗതം. ഞാൻ ഉമേഷ്. കുറച്ച് നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കുറച്ച് തിരക്കും പിന്നെ കൊറോണയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ ഒരു നല്ലൊരു അടിപൊളി ഗസ്റ്റുമായിട്ടാണ് ഇപ്പോൾ ഞാൻ വന്നേക്കുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഐഫോണിൻ്റെ 12 Pro ആണിത്. ഐഫോണിൻ്റെ 12 മോഡൽസ് ലോഞ്ച് ചെയ്തു. ഇന്നലെയാണ് ഇത് കിട്ടിയത്. ഇന്നലെ 23-ാം തീയതിയാണ് US-ലുമൊക്കെ ലോഞ്ച് ചെയ്തത്. ഇന്ത്യയിൽ വരാൻ ഇനിയും സമയമെടുക്കും. എനിക്ക് തോന്നുന്നൊരു 30-ാം തീയതിയോട് കൂടി അവിടെ എത്തുന്നുണ്ട്. 2 മോഡലുകൾ ഇപ്പോഴും, അതായത് ഐഫോൺ 12 മിനിയും പ്രോ മാക്സും, ഈ 2 താമസിക്കും. ബാക്കി ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഫോൺ 12ഉം ഐഫോൺ 12 പ്രോയുമാണ്. ഇതാണ് ഇപ്പോൾ ഇറങ്ങിയതിൽ കൂടിയ ഫോൺ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്തുവാണെന്നും ഇതെങ്ങനെയുണ്ടെന്നും അൺബോക്സ് ചെയ്യുന്നതും ഒക്കെ നമുക്കൊന്ന് കാണാം. അതാണ് ഇന്നത്തെ വീഡിയോ. ഇതിൻ്റെ പവർ സ്വിച്ച് എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ സൈഡിലെ ഒരു ബട്ടണും നമ്മുടെ ഈ വോളിയം അപ്പിൻ്റെ ഒരു ബട്ടണോട് ചേർത്തിട്ട് ഒരുമിച്ച് പ്രസ് ചെയ്യുമ്പോഴാണിത് ഓണാവുന്നത്. ഇത് ഓണാവുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് 12 പ്രോയാണ്, ഐഫോൺ 12 പ്രോ. ഇതിന് 12 പ്രോയും 12 പ്രോ മാക്സും, ഇത് രണ്ടിനും 4 കളേഴ്സാണുള്ളത്. പസഫിക് ബ്ലൂ, ഗോൾഡ്, സിൽവർ ആൻഡ് ഗ്രാഫൈറ്റ്. ഇത് ഗ്രാഫൈറ്റാണ് ഈ കളറ്. അതുപോലെ തന്നെ നമ്മുടെ 12 മിനിക്കും 12നും ഉള്ള കളേഴ്സ് എന്ന് പറയുന്നത് വൈറ്റ്, ബ്ലാക്ക്, ബ്ലൂ, ഗ്രീൻ, റെഡ്. ഇത്ര എണ്ണമുണ്ട്. അതിനകത്ത് റെഡ് ആണെങ്കിൽ, അത് വാങ്ങുവാണെങ്കിൽ അതിൻ്റെ ഫുൾ എമൗണ്ടും കോവിഡ് ഗ്ലോബൽ ഫണ്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ സെറ്റിങ്സൊക്കെയാണ് ഇനി വരുന്നത്. ഈ ഐഫോൺ 12 പ്രോയ്ക്ക് ഇവിടുത്തെ പ്രൈസ് എന്ന് പറയുന്നത് $1,000 $999 പ്ലസ് ടാക്സ്. $1,081 ആവുന്നുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഈ ഫോണിന് ഐഫോൺ 12 പ്രോയ്ക്ക് 1,19,000 രൂപയാണ് വില വരുന്നത്. 125 GB ആണ്. 1,19,000 രൂപയും ടാക്സും. പക്ഷേ ഇതിൻ്റെ 512 GB ഉണ്ട്. അത് 1,49,900 ടാക്സും വരും. പിന്നെ ഇതിനും കൂടിയതുണ്ടെന്ന് പറഞ്ഞാൽ 12 പ്രോ മാക്സ് ഉണ്ട്. അതിൻ്റെ പ്രൈസ് ഇവിടെ $100 കൂടെ കൂടുതലാണ്. 1,099 $1,099 ടാക്സും. അത് നാട്ടിൽ വരുമ്പം 128 GB-ക്ക് 1,25,000 രൂപ വരുന്നു. 29,000 രൂപ വരുന്നുണ്ട്. പിന്നെ 1,59,000 രൂപയാകും. 512 GB. പിന്നെ ഉള്ളത് 12 മിനിയാണ്. 12 മിനി ഇവിടെ 699 ടാക്സുമാണ്. നാട്ടിൽ 69,900 രൂപയും ടാക്സുമാണ്. 12-ന് $799 ടാക്സുമാണ് ഇവിടെ. അവിടെ 79,900 ടാക്സും. ഞാനിതിൻ്റെ സെറ്റപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഇതിൻ്റെ ഈ കവറിനകത്ത് ആകെ ഉള്ളൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈറ്റ്നിങ് കേബിൾ മാത്രമേ ഉള്ളൂ. അതായത് ചാർജിങ് കേബിൾ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ചാർജറില്ല. പിന്നെ നമ്മുടെ ഇയർഫോണോ അങ്ങനത്തെ ഒരു സംഭവമില്ല. ഫോൺ മാത്രമേ ഉള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു പോരായ്മയെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സെറ്റപ്പൊക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞു. ഇതാണ് ഫോണിൻ്റെ ഡിസ്പ്ലേ. ഈ ഡിസ്പ്ലേ എന്ന് പറയുന്നത്, ഡിസ്പ്ലേയുടെ സൈസ് എന്ന് പറയുന്നത് ഐഫോൺ 12 പ്രോ ആണിത്. ഇതിന് 6.1 ഇഞ്ചാണ് ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത്.
ഇതിൻ്റെ പ്രോ മാക്സ് ആണെങ്കിൽ 6.7 വരുന്നുണ്ട്. ഇതിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 2532 × 1170 ഇതിൻ്റെ റെസൊല്യൂഷൻ. വെയിറ്റ് എന്ന് പറയുന്നത് 6.6 ounce ആണ് വെയിറ്റ്. മൂന്ന് ക്യാമറ ബാക്കിലുണ്ട്, ഫ്രണ്ടിലൊരു ക്യാമറ. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഗ്ലാസ് എന്ന് പറയുന്നത് സിറാമിക് ഷീൽഡുണ്ട് ഈ ഗ്ലാസ്സിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് തറയിൽ വീണാൽ പൊട്ടില്ല, ഉടനെ പെട്ടെന്നൊന്നും പൊട്ടില്ല എന്നാണ് അവർ പറയുന്നത്. പിന്നെ ഇതിൻ്റെ സൈഡ് എന്ന് പറയുന്നത് ഈ നമ്മുടെ സാധാരണ iPhone 11 പോലെ ഉള്ള മോഡലല്ല ഇത്. ഇവരുടെ പഴയ മോഡലിൻ്റെ ആ ഒരു ലുക്കിലാണ് ഇതിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ഈ മെറ്റീരിയൽ എന്ന് പറയുന്നത് സർജിക്കൽ ഗ്രേഡ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഇതിൻ്റെ ഈ മെറ്റീരിയൽ. ഗ്ലാസും സ്റ്റീലും കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് സൂപ്പർ റെറ്റിന XDR ഡിസ്പ്ലേ ആണ്. ഇത് HD ക്വാളിറ്റി ആണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ ഇതിൻ്റെ ക്യാമറകളെന്ന് പറയുന്നത് 4 ക്യാമറകളാണുള്ളത്, 1 ഫ്രണ്ടിലും 3 ബാക്കിലും. അപ്പോൾ ഇതിൽ ഈ 4 പ്രത്യേകതകൾ ഒത്തിരിയുള്ള ക്യാമറകളാണ് ഈ 4. ഒരുപോലെ തന്നെ ഇത് 4 നൈറ്റ് മോഡ് ക്യാമറകളാണ്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത HDR3 ആണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ലിഡാർ ടെക്നോളജി എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു ടെക്നോളജി ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. അത് വേറെ ഒരു ഫോണിലും ഇല്ല, ആദ്യമായിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ നാസ ചൊവ്വ ഗ്രഹത്തിലേക്ക് പര്യവേഷണത്തിൽ പോയപ്പോഴത്തേക്ക് അവിടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തൊരു ടെക്നോളജിയാണ്. അത് ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് നമ്മുടെ ഈ വൈഡ് ക്യാമറയൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് 27% കൂടുതൽ ലൈറ്റ് നമുക്ക് കിട്ടും. നൈറ്റിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടും, 27% ക്ലാരിറ്റി കൂടുതൽ കിട്ടും. അതുപോലെ 6 മടങ്ങ് ഓട്ടോ ഫോക്കസ് ലോ ലൈറ്റിൽ നമുക്ക് കിട്ടും. അതാണ് ഈ ക്യാമറകളുടെ പ്രത്യേകത. അത് ഈ ഫ്രണ്ട് ക്യാമറ എന്ന് പറഞ്ഞാൽ നമുക്ക് സെൽഫിയൊക്കെ എടുക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഉപയോഗം ചെയ്യും. കാര്യം നൈറ്റിൽ നമ്മൾ സെൽഫി എടുക്കുന്ന സമയത്ത് നല്ല ക്ലാരിറ്റി ആയിരിക്കും നമ്മുടെ ഈ ഇത് വെച്ച് എടുക്കുമ്പോൾ ഉള്ള ഫോട്ടോകൾക്ക്. അതുപോലെ തന്നെ ഡോൾബി വിഷൻ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ ക്യാമറയാണെന്നാണ് അത് പറയുന്നത്. ഡോൾബി വിഷൻ റെക്കോർഡിംഗ്, അത് ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് അവരുടെ ഇതിനകത്ത് ഫീച്ചേഴ്സിൽ പറയുന്നുണ്ട്. പിന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ് സേഫ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ്. അതായത് ഇതിൻ്റെ ബാക്കിൽ ഇവിടായിട്ട് ഒരു മാഗ്നറ്റ് ഉണ്ട് ഇതിനകത്ത്. ആ മാഗ്നറ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് ചാർജർ നമ്മുടെ സാധാരണ ഇതുവരെ ചാർജ് ചെയ്ത് പോരുന്നത് പോലെ ചാർജ് കേബിൾ ഇവിടെ കുത്തി നമ്മളിവിടെ കണക്ട് ചെയ്തിട്ട് വേണ്ട ചാർജ് ചെയ്യാൻ. അത് ചാർജർ പക്ഷേ സെപ്പറേറ്റ് വാങ്ങണം. ആ സംഭവം ഇതിനകത്തോട്ട് നമ്മൾ ഒരു പാഡ് പോലെ ഇരിക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ വെച്ചിട്ട് അതിനകത്തോട്ട് ഇങ്ങനെ വെക്കുകയാണ്. ഇങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് അത് ചാർജ് ആവും. അത് കൂടാതെ ഇതിനകത്തേക്ക് നമുക്ക് ഒരു ചെറിയ ആപ്പിളിൻ്റെ തന്നെ പ്രോഡക്റ്റായിട്ടുള്ളൊരു വാലറ്റ് കിട്ടും. ഒരു നമ്മുടെ ക്രെഡിറ്റ് കാർഡും ഒക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ബാക്കിൽ അത് ഇങ്ങനെ വെച്ചാൽ മതി, അത് അവിടെ ഇരുന്നോളും. അപ്പം എത്രത്തോളം സേഫ് ആണെന്നറിയില്ല. അത് ഇവിടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്രെഡിറ്റ് കാർഡൊക്കെ അതിനകത്ത് വെക്കാൻ പറ്റും. അങ്ങനെ ഒരു പ്രത്യേകതയും കൂടെ ഇപ്രാവശ്യത്തെ iPhone 12 ഇനി നമുക്ക് ഇത് വെച്ച് ഇതിൻ്റെ വൈഡ് ക്യാമറയും ഒക്കെ യൂസ് ചെയ്തിട്ട് എല്ലാ ക്യാമറകളും യൂസ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് വീഡിയോസ് എടുത്ത് നോക്കാം. അപ്പം ഫോട്ടോസും എടുത്ത് നോക്കാം, അതിൻ്റെ ക്ലാരിറ്റി എത്രത്തോളം ഉണ്ട് എന്നൊക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് അതുകൂടെ നമുക്ക് ഒന്ന് എടുത്ത് നോക്കാം. ഇപ്പം ഞാൻ ഇത് ഷൂട്ട് ചെയ്യുന്നത് നമ്മുടെ പുതിയ iPhone 12 Pro വെച്ചിട്ടാണ്. അതിനകത്ത് HD ക്വാളിറ്റി വീഡിയോ റെക്കോർഡിങ്ങാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പം നിങ്ങളത് കമ്പയർ ചെയ്ത് നോക്കുക. നമ്മുടെ സാധാരണ ഇപ്പം ഞാൻ അതിന് മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത് നിക്കോണിൻ്റെ DSLR ക്യാമറ വെച്ചിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മുടെ പുതിയ ക്യാമറ വെച്ചിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ അത് തമ്മിലുള്ള ക്ലാരിറ്റി ഇതൊക്കെ നിങ്ങൾ നോക്കുക, എങ്ങനെയുണ്ട്, കൊള്ളാമോ എന്നൊക്കെ. അപ്പോൾ എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ടോ? വീഡിയോ ഒക്കെ നന്നായിട്ടുണ്ടോ? അതെല്ലാം നിങ്ങൾ നോക്കുക. വാങ്ങാൻ താല്പര്യമുള്ളവർ വാങ്ങുക. അപ്പം ഇതുവരെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഇതുവരെ കാണാത്തവർ പഴയ വീഡിയോകളൊക്കെ കാണാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം ഇനിയും പുതിയ വീഡിയോകളുമായിട്ട് കാണാം. അതുവരെ ബൈ.